ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ വർക്കിന് ഏരിയുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ട്, അതേപോലെ ഹാൻഡിൽ കവർ, ഹെഡ്ലൈറ്റിൻ്റെ കവർ ഇളകണുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നത് ഈ വീലിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടോ. ഈ വീലും ഈ ബോസ് ഡ്രൈവും തമ്മിൽ അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും ഷെയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ആ പ്രോബ്ലം വരാം. അപ്പോൾ അതിനകത്ത് ഈ വീലും ഈ ബോസ് ഡ്രൈവും എന്ന് പറയുന്ന ഈ യൂണിറ്റാണ് മാറ്റേണ്ടത്. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് ഇതൊക്കെ നല്ലോണം ഓവലായിപ്പോയി, നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. ഇതും കൂടി മാറ്റിയിടണം. ശരിക്കും ഈ റോളർ സെറ്റും കൂടി മാറ്റിയിടണമാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് തിരിഞ്ഞ് തേമാനം വന്നിട്ടുണ്ട്. ഇതുണ്ട, അത് പിന്നീട് നമ്മൾ വണ്ടി ഇങ്ങനെ കിടന്ന് ഓടുന്ന സമയത്തേയും അത് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരെണ്ണം പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ സൈഡൊക്കെ ശരിക്കും റൗണ്ട് ഇതേപോലെ ഷേപ്പ് തന്നെ. ഇത് ഈ സൈഡ് കൂടുതൽ തേഞ്ഞ് പോയേക്കണുണ്ടോ, ഒരു സൈഡ് കൂടുതലായിട്ട് തേഞ്ഞുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റലാണ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്താണ്, അതിൻ്റെ ഉള്ളിൽ മെറ്റൽ പുറത്തേക്ക് വരും, ഈ വീലുകൾ ഡാമേജ് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐറ്റം വേരിയൻ്റ് ബോഡി തന്നെ, ഈ ഒരു യൂണിറ്റ്, ബോസ് ഡ്രൈവ്, ഈ റോളർ സെറ്റ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, ഇത്ര ഐറ്റം മാറ്റിയിടാണെങ്കിൽ ആ ഭാഗത്തെ കംപ്ലൈൻറ്റ് അവിടെയാണ് തീർന്നുള്ളൂ. ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കിടക്കണേ. പുതിയ ബെൽറ്റാണ് കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ക്ലച്ചും ഈ പറഞ്ഞ രീതിയുടെ വലിയ ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ആ റോളറും ആ ഐറ്റംസ് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെയുള്ളത് ഫ്രണ്ട് ഹാൻഡിൽ കവറാണ്, ഹെഡ്ലൈറ്റിൻ്റെ വന്ന കവർ. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഈ ഹെഡ്ലൈറ്റ് നിൽക്കുന്നത് അടിയിൽ ഈ ഒരു ബോൾട്ട് 2 സൈഡിൽ ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗം ക്ലിപ്പ് ഷെയ്ക്ക് ഉണ്ട്, എന്നാൽ പോലും ആ പൊട്ടിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഈ കവറുമേന്നുള്ള ലെഗ്, ആ ക്ലിപ്പ് ഇട്ട് പിടിപ്പിക്കുന്ന ലെഗിൻ്റെ ഭാഗം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്താലും അത് നിൽക്കില്ല. അപ്പോൾ അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിന് വലിയ പ്രശ്നമില്ല, ഈ കവറ്, ബ്ലാക്ക് കവറ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ വിൻഡ് സ്ക്രീനും പ്രശ്നം കാണുന്നില്ല, കളറ് ഫേഡാണ്, പക്ഷേ പൊട്ടലൊന്നുമില്ല. അപ്പോൾ ഈ ബ്ലാക്ക് പീസ് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ഫ്രണ്ടിലത്തെ ആ ജർക്കിങ് സൗണ്ട് കാര്യങ്ങൾ മാറുള്ളൂ. കാരണം ഞാൻ ഇതിങ്ങനെ കിടന്ന് ഓടുന്തോറും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ സൈഡും കൂടി പൊട്ടും, ഇപ്പുറത്തെ സൈഡും കൂടി പൊട്ടും, അടിയിലെ ഭാഗം പൊട്ടിപ്പോവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ്ലൈറ്റും കൂടി മാറ്റേണ്ട സിറ്റുവേഷൻ വരും. ഇപ്പോൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവറ് മാറ്റിയിട്ട് ഹെഡ്ലൈറ്റ് ക്ലിപ്പൊക്കെ നല്ല രീതിയിൽ ടൈറ്റിൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്നോളും, കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഇങ്ങനെ കിടന്ന് ഓടുന്തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബാക്കിയത്തെ ഭാഗം കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ചിലവായിട്ട് വരും കേട്ടോ. അപ്പോൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം, ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. ഇപ്പോൾ ക്ലച്ചിൻ്റെയും ഈ ഹാൻഡിൽ കവറിൻ്റെ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പെർമിഷൻ തരാം. പെർമിഷൻ കിട്ടിയാലിടാം, നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വൈസറിൻ്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് പീസ് മാറ്റിയാലാണ് ആ സൗണ്ട് മാറുള്ളൂ. ക്ലച്ചിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വീലുകളും ഈ ബുഷ് ഐറ്റംസാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം, വീഡിയോയും അതേപോലെ എസ്റ്റിമേറ്റ് അടക്കാം. അപ്പോൾ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.